എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രന് ഇതിരി ആശ്വാസമായതിനു ശേഷം അലീന റൂമിലോട്ട് കയറി ചെല്ലുന്നു. ആകെ വിഷമിച്ച് കിടക്കുവാണ്. അന്നേരം അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാം, വീട്ടിലെ കാര്യമൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷനാകണ്ട, അവിടെ ഞാനുണ്ടല്ലോ, ഇപ്പം ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, അവിടെ ബബിതയും കൃഷ്ണമോളും തന്നെയല്ലേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഇവിടെ കിടന്നാൽ മതി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇതെല്ലാം കൂടെ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന്. അന്നേരം വിഷമിക്കേണ്ട, അച്ഛൻ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പം അലീനയുടെ കൈ പിടിക്കും. എന്നിട്ട് ചോദിക്കും, മോളെ എൻ്റെ ഫോൺ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അതിങ്ങ് തന്നേക്കാവോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, വേണ്ട, അച്ഛന് ഫോണൊന്നും വേണ്ട, കുറച്ച് ദിവസത്തേക്ക് ഫോണും ന്യൂസ് പേപ്പറും ഒന്നും അച്ഛൻ കാണണ്ട, ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നാൽ മാത്രം മതി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ വിഷമത്തോടെ പറയുവാണ്, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല മോളെ, ഇനി എന്താ ചെയ്യുന്നത് നമ്മളെന്ന് ചോദിക്കുമ്പം അച്ഛൻ വിഷമിക്കാതെ കിടക്കുക, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം, ടെൻഷൻ അടിക്കാതെ സമാധാനത്തോടെ അച്ഛൻ ഇവിടെ കിടന്നാൽ മാത്രം മതി, ഇത് ICU ആയതുകൊണ്ട് ഇവിടെ ഇനി വേറെ ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന സിസ്റ്ററോടും പറയും. അപ്പോൾ സിസ്റ്റർ പറയും, പകലൊന്നും ആരും വേണ്ട, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം, രാത്രി ആരെങ്കിലും ഒരാൾ ബൈസ്റ്റാൻഡറായിട്ട് വേണ്ടോ എന്ന് പറയും. അന്നേരം രാത്രി വരാമെന്ന് പറഞ്ഞിട്ട് അലീന അച്ഛനെ നോക്കിക്കോണേ എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രനോട് വിഷമിക്കാതെ അച്ഛൻ ഇവിടെ കിടന്നാൽ മതി, ബാക്കി നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം, ഞാനുണ്ടല്ലോ, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് അലീന അവിടുന്ന് ഇറങ്ങി പോരുന്നത്. എത്രയൊക്കെ ആശ്വസിപ്പിച്ചാലും നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് ബാലേന്ദ്രൻ ഏകദേശം അറിയാവുന്നതുകൊണ്ട് ആ മനസ്സ് തണുക്കുകയില്ല. പിന്നെ പുതിയ ന്യൂസും ബഹളങ്ങളൊന്നും അറിയാതെ ICUയിൽ കുറച്ച് ദിവസം കിടക്കുക, അത്രയാണ് അലീന ഉദ്ദേശിച്ചത്. ഏതായാലും അതിനുശേഷം അലീന ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വരുന്നു. അലീന ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറി വന്ന് കൊളുമ്പിലടിക്കുമ്പം ആരാണ് എന്ന് നോക്കിയിട്ടാട്ടോ കൃഷ്ണമോള് വന്ന് വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്ന് അലീന അകത്തോട്ട് കയറുന്നതേ കൃഷ്ണമോള് വാതിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തായി ചേച്ചി, അച്ഛന് സുഖമായോ, ബോധം വന്നോ എന്നൊക്കെ ചോദിക്കുമ്പം വലിയ പ്രശ്നങ്ങളില്ല മോളെ, ഇപ്പം ബോധം വന്നിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛന് വീണ്ടും അറ്റാക്കാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള അറ്റാക്കാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഡോക്ടർമാർ അടുത്തുണ്ടല്ലോ, ബോധമൊക്കെ വന്നു, പിന്നെ മനസ്സിന് സമാധാനമില്ല, അതാണ് ഒരു പ്രശ്നമെന്ന് പറയും. അന്നേരമാണ് കൃഷ്ണമോള അലീനയുടെ കയ്യിൽ ബാലേന്ദ്രൻ്റെ ഫോൺ ഇരിക്കുന്നത് കാണുന്നത്. അന്നേരം ഇതെന്താ അച്ഛൻ്റെ ഫോണല്ലേ, കൊടുക്കാൻ മറന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, കൊടുക്കാൻ മറന്നതൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്, കുറച്ച് ദിവസത്തേക്ക് ഇനി നല്ല വാർത്തകളൊന്നും ആയിരിക്കുകയില്ല നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്, നല്ല ന്യൂസൊന്നും ആയിരിക്കുകയില്ല പത്രത്തിലും TV-യിലും ഒന്നും വരുന്നത്, അതൊന്നും അച്ഛൻ അറിയണ്ട, കുറച്ച് ദിവസം സമാധാനമാവട്ടെ ആയിട്ട് അവിടെ കിടക്കട്ടെ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. എന്നാ ചേച്ചി ഇനി വരാൻ പോകുന്നത്, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് എന്ന് പറയുമ്പം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയത്തില്ല, ഏതായാലും ടെൻഷൻ ആവണ്ട, നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അലീന റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് എല്ലാത്തിനും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പാവം ഈ ടെൻഷൻ ഇടയ്ക്കും. അന്നേരമാണ് ഫോൺ റിങ് ചെയ്യുന്നത്. അന്നേരം ആ ഫോൺ പോയി എടുക്കുമ്പം അപ്പുറത്ത് കമലയാണ്. കമല ഭയങ്കര ഗൗരവത്തിൽ ചോദിക്കുവാണ്, ആരാ ഫോൺ എടുത്തത് എന്ന്. അന്നേരം അലീന പറയും, ഞാൻ അലീനയാ എന്ന് പറയുമ്പം അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ ഫോൺ എടുക്കാൻ, ബാലേന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം അച്ഛനും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അച്ഛനോ, ആരുടെ അച്ഛൻ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നതേ അലീനയ്ക്ക് ദേഷ്യം വരും. അന്നേരം അലീന ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ വിളിക്കും. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇത് കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലാൻ്റിയാണ്, അവർക്ക് എൻ്റെ ശബ്ദം കേട്ടിട്ട് തീരെ അങ്ങ് പിടിച്ചില്ല, അതുകൊണ്ട് മോള് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അലീന അങ്ങ് പോകും. പോയി കഴിയുമ്പം കൃഷ്ണമോള് ഹലോ വെച്ച് കഴിയുന്നത് കമല ഭയങ്കര ദേഷ്യത്തോട് ചോദിക്കുവാണ്, അവൾ ആരാ വന്ന് ഫോം എടുക്കാൻ, അവളുടെ ശബ്ദം കേട്ടപ്പോഴേ എനിക്കങ്ങ് ദേഷ്യം വന്നു എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ദേഷ്യപ്പെടാനും കുറ്റപ്പെടുത്താനും ഒക്കെ പറ്റിയ സമയമാണല്ലോ, ആൻറ്റിയുടെ വിചാരം എന്താ, സ്വന്തം മോനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊന്നും മനസ്സിലില്ലേ എന്ന് ചോദിക്കുക. അന്നേരം കമല പറയുവാണ്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, ഇനി അവന് വേണ്ടി ഒരു വക്കീലിനെ കാണാനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ഇറക്കാനും ഒക്കെ വേറെ ആരാ ഉള്ളത്, ബാലചന്ദ്രനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബാലചന്ദ്രനോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അവിടുന്ന് ഹരിയേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുപോലെ തന്നെ ഇവിടെ വന്ന് രോഹിത്തേട്ടനെയും കൂട്ടിക്കൊണ്ട് പോയി, ആ ഒരു ഷോക്കിൽ അച്ഛൻ തളർന്നു വീണു, അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന് പറയുമ്പം കമല ഭയങ്കര കൂളായിട്ട് പറയാം, അവിടുന്ന് രോഹിയും കൊണ്ടുപോയോ, അതുകൊണ്ട് ഹരിക്കൊരു കൂട്ടായി, അല്ലെങ്കിൽ അവൻ തനിച്ചായേനെ എന്ന്. എന്നിട്ട് വീണ്ടും ഹരിയെ ന്യായീകരിക്കുന്ന രീതിയിൽ പറയുവാണ്, ഇവരെന്തിനാ അവരെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അവർ 3-4 കൂട്ടുകാർ കൂടി ടൂറ് പോയി, കൂടി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ദേഷ്യം വന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, എൻ്റെ പൊന്നാൻറ്റി, എനിക്കിതിനൊന്നും മറുപടി പറയാൻ സമയവും ഇല്ല, പറയാൻ എനിക്ക് അറിയത്തുമില്ല, ആൻറ്റി ഒരു കാര്യം ചെയ്യുക, TV വെച്ച് നോക്കുക, അത്യാവശ്യം ന്യൂസ് അതിൽ നിന്നറിയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അന്നേരം കമലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, ഇത്തിരി ഗൗരവത്തിൽ അവിടെ ഇരിപ്പുണ്ട്.
പിന്നെയും കാണിക്കുന്ന അലീനയാണ്. അലീന അതിനുശേഷം ഫോൺ വിളിച്ച് ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഗോവർദ്ധൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, കാരണം ഇത് ന്യൂസായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് ബാക്കി നടപടികൾക്കെല്ലാം ശേഷമല്ലേ ന്യൂസുകാരൊക്കെ അറിയിക്കുള്ളൂ. അതുകൊണ്ട് അവരാരും അറിഞ്ഞിട്ടില്ല, പുറത്ത് അത് ന്യൂസ് ഫ്ലാഷായിട്ടില്ല. അതുകൊണ്ടാണ് ഗോവർദ്ധൻ അറിയാത്തത്. ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. രോഹിത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി, പീഡിപ്പിച്ചതിനാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇത് കണ്ട് അച്ഛൻ തളർന്നു വീണു. അച്ഛനെ ഞാൻ ദേവമാത ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്, ഉടനെ തന്നെ അങ്കിൾ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അലീന അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ്. കുറച്ച് ദിവസത്തേക്ക് ഷോപ്പ് തുറക്കണ്ടായെന്ന്. അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അതെന്താ കുറച്ച് ദിവസത്തേക്ക് ഷോപ്പ് തുറക്കണ്ടായെന്ന് പറഞ്ഞത്? അങ്ങനെ ബാലേട്ടൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം അച്ഛൻ പറഞ്ഞൊന്നുമില്ല, അച്ഛനോട് ചോദിച്ചിട്ട് മതി, പക്ഷേ തുറക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അത് കഴിഞ്ഞ് അച്ഛനെ പോയി കാണണമെന്ന് പറയും. അതിനും ശേഷം വക്കീലിനെ പോയി കാണണം. എന്തെങ്കിലും തരത്തിൽ രോഹിത്തിനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ, ജാമ്യം നേടാൻ പറ്റുമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, കേസിൻ്റെ രീതി എന്താണ് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണേ. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തോളാം, പക്ഷേ ഷോപ്പ് അടച്ചിട്ടേണ്ട കാര്യമുണ്ടോ, അത്രയും വലിയ പ്രശ്നമാണോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ ന്യൂസ് ഒരു ഉച്ചയാവുന്നതോടുകൂടി പാല ടൗൺ മൊത്തം ഫ്ലാഷ് ആകും, പിന്നെ അത് ഏത് രീതിയിൽ തിരിയും എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം ആൾക്കാർ ദേഷ്യം വന്നിട്ട് ഷോപ്പ് അടിച്ച് തകർക്കാനും കത്തിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം ഗോവർദ്ധൻ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. ആയിക്കോട്ടെ, ഞാൻ ബാലേട്ടനെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. അന്നേരം അലീന ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട്, ഈ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് അങ്ങോട്ട് ബബിത വരുന്നുണ്ട്. ബബിതയ്ക്ക് അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ഡീൽ ചെയ്യുന്നത് അലീന. അപ്പോൾ ഇവൾക്ക് അങ്ങ് സ്ഥാനം നഷ്ടപ്പെട്ടു പോയതുപോലെ, അല്ലെങ്കിൽ അലീന കൂടുതൽ പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുഖം മുറിപ്പിച്ച് കലിപ്പിച്ച് നോക്കിയിട്ട് അവൾ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴും അലീന ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുവാണ്. അന്നേരമാണ് മനു വണ്ടി ഓടിച്ചിങ്ങോട്ട് വരുമായിരുന്നു. വണ്ടി ഒതുക്കിയിട്ട് അലീനയെ വിളിക്കുന്നത്. ഫോൺ എടുത്തു കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനുവേട്ടൻ അറിഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ, അറിഞ്ഞു, ഇനി എന്താ ചെയ്യുന്നത്, എനിക്കൊരു പിടിപാടുമില്ല, ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, എന്താണെങ്കിലും മനുവേട്ട ചെയ്തത് വളരെ മോശമായി പോയി. രോഹിത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് ഇവിടെ വന്ന സമയത്ത് ബാക്കിയുള്ളവരെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അവർ മൊത്തം 4 പേരുണ്ട്. ആ ക്രൂരത അവരാണ് ചെയ്തതെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം എന്നിങ്ങനെ പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ എടുത്ത് പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് കേട്ടത്, അങ്ങനെയാണെങ്കിൽ ഇനി ഉള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനിയിപ്പം നാണക്കേടാവൂലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, എന്താണെങ്കിലും തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം, അത് കൊല്ലപ്പള്ളിയിലെ ഹരിയാണെങ്കിലും ഇവിടുത്തെ രോഹിത്താണെങ്കിലും എന്ന് പറയുക. അന്നേരം മനു വിഷമത്തോടെ പറയുക, 2 ആൺകുട്ടികളുടെ ജീവിതമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്, 10-21 വയസ്സല്ലേ അവർക്കായിട്ടുള്ളൂ എന്ന് മനു പറയുമ്പം അലീന പറയുന്നുണ്ട്, അപ്പുറത്ത് 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുണ്ട്, അവളെക്കുറിച്ച് മറന്നു പോകരുത് എന്ന്. അന്നേരം മനു ഒന്നുകൂടി എടുത്ത് പറയുവാണ്, രോഹിത്ത് നിൻ്റെ സഹോദരനാണ്, അത് നീ മറക്കരുത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അത് എനിക്കറിയാം, എൻ്റെ സഹോദരനൊക്കെയാണ്, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്, അവൾക്കാണ് ഇവിടെ നീതി ലഭിക്കേണ്ടത്. ഇതേ പ്രവൃത്തി അവർ എന്നോട് ചെയ്യാൻ ശ്രമിച്ചതാണ്, അന്ന് ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, അന്ന് തൊട്ട് ഇതിനി ആവർത്തിക്കരുത്, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടും അവരത് കേട്ടിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നതെല്ലാം അവർ അനുഭവിക്കണം, അനുഭവിച്ച് അവരിനി പഠിക്കുള്ളൂ എന്ന് പറയുവാണ്. അന്തേക്കും മനുവിനാകെ വിഷമമായി, ഇനി എന്ത് പറയാൻ പറ്റും. അന്നേരം ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണമെന്ന് പറയും. അതിനിടയ്ക്ക് അലീന ബാലേന്ദ്രൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ അങ്കിളിനെ പോയി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനു ഫോൺ വയ്ക്കുന്നത്. പിന്നീട് കമലയെ കാണിക്കുന്നുണ്ട്. അതിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ അതോ പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കൂടുതലുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല. ആ പെണ്ണുപിള്ള വളരെ കൂളായിട്ട് ശിവനെ വിളിക്കുവാണ്. ശിവൻ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ദേഷ്യപ്പെടുക, ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തേ എന്ന് വെച്ച്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഞാനിവിടെ ജോലിയിലാണ്, നീ പറയുമ്പോഴെല്ലാം ഫോൺ എടുക്കുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല, നീ കാര്യം പറ എന്ന് പറയും. അന്നേരം ഹരിയെ ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയും. അന്നേരം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ, അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പം വളരെ കൂളായിട്ട് കമല പറയുവാണ്, അവർ 3-4 ഫ്രണ്ട്സ് കൂടി ടൂർ പോയി, ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ അവളെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞങ്ങ് കൊണ്ട് കേസ് കൊടുത്തു എന്ന് പറയും. അന്നേരം ശിവൻ ചോദിച്ചു, പേടിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തോ എന്ന് ചോദിക്കുമ്പം, പേടിപ്പിച്ചു എന്ന്, ഇത് രണ്ടും ഒരുപോലെയല്ലേ, അല്ലാതെ ഇതിൽ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നത് ഈ പറയുന്നത്, ബലാത്സംഗ കേസിൽ മോനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണോ നീ എന്നോട് പറയുന്നത് എന്ന് ചോദിക്കുമ്പം, ഹരി മാത്രമല്ല രോഹിത്തും ഉണ്ട്, ഇനി ഏതായാലും ആ ബാലേന്ദ്രൻ്റെ അഹങ്കാരം ഇത്തിരി അങ്ങ് കുറഞ്ഞോളൂ,
പോലീസുകാരെ അവിടെ ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി, പോകുന്ന കൂട്ടത്തിൽ അവൻ്റെ ഒരു തല്ലും വെച്ച് കൊടുത്തെന്നൊക്കെയാണ് കേട്ടത്. ഇനി ബാലേന്ദ്രൻ്റെ അഹങ്കാരം കുറച്ചങ്ങ് കുറഞ്ഞോളും എന്നൊക്കെ പറയുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നതാ ഈ സംസാരിക്കുന്നത്? നീയൊക്കെ ഒരു മനുഷ്യജന്മത്തിൽ പിറന്നതാണോ? നിന്റെ തലയ്ക്ക് എന്നെ വിളവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം കമല പറയുക, എനിക്ക് വിളവൊക്കെ ഉണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യേ, എങ്ങനെയെങ്കിലും ഹരിയനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്ക്, 25,000 50,000 എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം എന്ന് പറ. അതുപോലെ ഹരിയുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, ആ രോഹിത്തിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവൻ്റെ കാര്യം വേണമെങ്കിൽ ബാലേന്ദ്രൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുമ്പിള്ള കടന്നു ചുമ്മാ അങ്ങ് പറയുവാണേ. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, മനുഷ്യകുലത്തിൽ പിറന്നതാണെന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല, നീ ഫോം വയ്ക്ക്, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ അലീനെ വിളിച്ച് ചോദിച്ചോളാം എന്ന് പറയുക. അന്നേരം അതിനിടയ്ക്ക് കമല പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ അലീന തമ്പുരാട്ടി ഉണ്ടല്ലോ, അവൾ നോക്കിക്കോളൂന്ന്. ഇതോടെ കേട്ടപ്പോഴാണ് ശിവന് ശരിക്കും ദേഷ്യം വന്നത്. നീ ഫോം വെക്കടി എന്ന് പറഞ്ഞിട്ട് ഫോം വെപ്പിക്കുന്നു. ശിവന് ആകെ സങ്കടമാണേ. കമല അപ്പോഴും ഇവിടെ തുള്ളിക്കൊണ്ട്, ഇപ്പം ഞാൻ ഫോം വിളിച്ച് പറഞ്ഞതാണോ വലിയ പ്രശ്നമായത്, എന്തെങ്കിലും കാണിക്കട്ടെ എനിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മനു വീട്ടിലോട്ട് കയറി വരുന്നതാണ്. മനു ഭയങ്കര കട്ടക്കലിപ്പിലോട്ട് കയറി വരുന്നേ, വണ്ടി കൊണ്ട് നിർത്തുന്നു. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡോറ് പോലും ക്ലോസ് ചെയ്യുന്നില്ല, ഇറങ്ങി ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോകുന്നു. പോയി കോളിംഗ് ബെല്ല് അടിച്ച് പിടിച്ചേക്കുവാണ്. അപ്പോഴത്തേക്കും കമല ഇങ്ങനെ അന്തം വിട്ട് കുറച്ച് നേരം എഴുന്നേറ്റ് വരുവാണ്. വാതിൽ തുറക്കാൻ താമസിക്കുമ്പോൾ ഡോറിൻ്റെ തട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വാതിൽ വന്ന് തുറന്നു കഴിയുമ്പോഴേക്കും മനു ഇങ്ങനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് അകത്തോട്ട് കയറുമ്പോഴേക്കും, എടാ നീ അറിഞ്ഞായിരുന്നോ ഹരിയെ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പം മനു ചോദിക്കും, അങ്ങനെ പിടിച്ചോണ്ട് പോയപ്പോൾ അമ്മയ്ക്ക് കൂടെ പോകാൻ മേലായിരുന്നു എന്ന്. എന്നിട്ട് ഞാനാണോ കൂടെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ആരാ കൂടെ പോകണ്ടേ? മകൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ന്യായീകരണം കണ്ടുപിടിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന അമ്മ തന്നെയല്ലേ പോകേണ്ടത്, അമ്മ പോയി അവനെ ഇറക്കുക എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ചെല്ലുന്ന കൂട്ടത്തിൽ പറയണം, എൻ്റെ മകൻ ചെറിയൊരു തെറ്റ് ചെയ്തതാണ്, അവൻ്റെ ഒരു കുസൃതിയാണ്, അതുകൊണ്ട് അവനെ ഇങ്ങ് വിടാൻ പറയണം. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയില്ലേ, അവൾ പിഴച്ചവളാണോ എന്നുകൂടി അങ്ങ് പറഞ്ഞാൽ മതി, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് ശരിയായിക്കോളും എന്ന് പറയും. അന്നേരം കമൽ ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ വല്ലതും ശരിയാവുമോ എന്ന് ചോദിക്കുമ്പം മനു ചോദിക്കും, അതെന്താ ശരിയാകാത്തത്? മകൻ ഇതിനു മുമ്പ് ഒരു തെറ്റ് ചെയ്തായിരുന്നല്ലോ, അന്നേരം പറഞ്ഞ് മനസ്സിലാക്കാൻ മേലായിരുന്നോ? അന്ന് എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ലല്ലോ എന്ന് പറയുമ്പം, അവൾ ആ അലീന ഒറ്റ ഒരുത്തിയാണ് രോഹിത്തിനെയും ഹരിയെയും ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് പറയുമ്പോഴേക്കും മനു മിണ്ടരുത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അവൻ ഈ പരുവത്തിനാക്കിയത്, എല്ലാ കാര്യങ്ങളും ന്യായീകരിച്ച് അവൻ്റെ കൂടെ നിന്നു, ഇവനെപ്പോലെ ഒരു മകനെ നിങ്ങൾ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നത് മനു അങ്ങ് കടിച്ചമർത്തുവാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് അമ്മയല്ലേ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അഹങ്കാരമായിരുന്നല്ലോ, അത് മുറ്റി നിൽക്കുമായിരുന്നല്ലോ, ഇനി നിങ്ങൾ പുറത്തിറങ്ങി ഞാനങ്ങ് കൊല്ലപ്പള്ളിയിലെ മാളിക വീട്ടിലെ കമലാമ്മയാന്ന് പറഞ്ഞ് വിലസുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം, നിങ്ങളിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, വരാനിരിക്കുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞോ, ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനു കുറേ കാര്യങ്ങൾ പറയുമ്പോഴാണ് ചെറിയൊരു വെളിച്ചം കമലയുടെ തലയിലേക്ക് വീഴുന്നത്. അന്നേരം ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട്, കണ്ണൊക്കെ തള്ളി വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ പേടിച്ച് നിൽക്കുന്ന കമലയെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഗോവർദ്ധൻ ചെന്നിട്ടുണ്ട്. അപ്പം നേഴ്സ് പറയും, ഒരു 5 മിനിറ്റേ സംസാരിക്കാവുള്ളൂ കേട്ടോ, കൂടുതൽ സംസാരിക്കരുതെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയും. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഏട്ടാ ഇപ്പോൾ ഇത്തിരി ആശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം, ആശ്വാസം ഒന്നും വേണ്ടായിരുന്നു, അങ്ങ് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുവാണ്. അത്രത്തോളം വിഷമമുണ്ട് ബാലേന്ദ്രന്. കാണുമ്പം പാവം തോന്നും കേട്ടോ അതിൻ്റെ ഒരു അവസ്ഥ. ഏതായാലും ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയായിട്ട് കാണിക്കുന്നതിൽ പറയുന്നുണ്ട്, സ്വന്തം മകനായി പോയില്ലേ, പുറത്തിറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പുറത്തിറക്കണ്ട എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്, ഇനിയിപ്പോൾ അതിന് പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ അലീന രോഹിത്തിൻ്റെ റൂമാണെന്ന് തോന്നുന്നു അരിച്ച് പെറുക്കുന്നുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ അവിടുന്ന് കണ്ടെടുക്കുന്നതും എടുത്ത് നോക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഗോവർദ്ധൻ അലീനെ കാണണമെന്ന് പറയുന്നു. അലീനയോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാൻ ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അതും ഇഷ്ടപ്പെടുന്നില്ല ബബിതയ്ക്ക്. അതെന്തിനാ അവളോട് മാത്രം അതെല്ലാം പറയുന്നത്, ഞങ്ങളാരും അച്ഛൻ്റെ മക്കളല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഗോവർദ്ധൻ അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് അലീനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നു. അന്നേരം അലീന വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ അങ്ങളെ ചെയ്യുന്നത്, അവനെ പുറത്തിറക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ആ ചെറുക്കൻ്റെ ഭാവി പോകുന്ന ലക്ഷണമാണ്, പിന്നെ ഇവിടുത്തെ പെൺകുട്ടികൾക്കും നേരാവണ്ണം പുറത്തിറങ്ങി നടക്കാനോ സ്കൂളിൽ പോകാനോ എന്തെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി എന്ത് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗോവർദ്ധനെയും നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.